ഹായ് വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൻ്റെ ഈ വർഷം നടന്ന പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൻ്റെ ആൻസർ കീ ഡിസ്കഷനാണ്. ഒന്നാമത്തെ പാർട്ടിൽ നിന്ന് മോഡൽ എക്സാമിനൊക്കെ ചോദിച്ചതുപോലെ തന്നെ ഏതെങ്കിലും 8 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. 8 മാർക്കാണ്. 10 ചോദ്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് വിച്ച് അറൈസ് സ്പോണ്ടേനിയസ്ലി ഡ്യൂ ടു ദി ഇൻട്രാക്ഷൻ അറ്റ് വർക്ക്. അതിൽ ഡീസെൻട്രലൈസേഷൻ ഉണ്ട്, ഡെലിഗേഷൻ അതോറിറ്റി ഉണ്ട്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ട്. ചോദ്യം, ജോലി സ്ഥലത്തെ ഇടപെടൽ കാരണം സ്വയമേ ഉണ്ടാവുന്ന സാമൂഹിക ബന്ധത്തിന്റെ ശൃംഖലയാണ് ഇൻഫോർമൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ. അനൗപചാരിക സംഘടനയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ രണ്ടാമത്തെ ചോദ്യം, completes the series. ഓക്കെ, ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മാനേജിംഗ് ഡയറക്ടർ, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഏതാണെന്നും അതുപോലെ തന്നെ ലോവർ ലെവൽ മാനേജർ. ഇതിന് ഒന്ന് എഴുതിയാൽ 1/2 മാർക്ക് വീതമാണ് കിട്ടുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബിയിൽ ഫസ്റ്റ് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ മാനേജർന്നോ അതുപോലെ തന്നെ സെയിൽസ് മാനേജറോ അല്ലെങ്കിൽ HR മാനേജർ ഇത്തരത്തിലുള്ളത് എഴുതാം. ഏതെങ്കിലും ഒന്ന് എഴുതാം. പ്രൊഡക്ഷൻ മാനേജർ, സെയിൽസ് മാനേജർ, അതുപോലെ തന്നെ HR മാനേജർ. ദെൻ താഴെ ലോവർ ലെവലിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോർമാനോ സൂപ്പർവൈസർ എന്നുള്ള രീതിയിലും എഴുതാൻ പറ്റും. ഇതിലേതെങ്കിലും ഓരോന്ന് എഴുതാം. HR മാനേജർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ ഫസ്റ്റ്, ദെൻ ഫോർമാനോ സൂപ്പർവൈസർ സെക്കൻഡ് ആയിട്ട് എഴുതും. സിയിൽ എഴുതാൻ പറ്റും. ദെൻ LPG എന്തിനാണെന്നുള്ളത്, LPG നമുക്കറിയാം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. എഴുതിയ 1 മാർക്ക് കിട്ടും. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിങ്ങിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്താണെന്നുള്ളത്, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിങ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ് ആണ്. സെറ്റിംഗ് ഒബ്ജക്റ്റീവ് ഇസ് ദ റൈറ്റ് ആൻസർ. ദെൻ അഞ്ചാമത്തെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഓക്കെ, ഇനി പറയുന്നതിൽ ഏതൊക്കെയാണ് റിക്രൂട്ട്മെന്റിന്റെ ആഭ്യന്തര ഉറവിടം എന്നുള്ളത്. ക്യാമ്പസ് ഇന്റർവ്യൂ, ദെൻ സ്ഥാനക്കയറ്റം, പ്രൊമോഷൻ, തൊഴിൽ കരാറുകൾ, അതുപോലെ തന്നെ ബോണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ, സ്ഥലം മാറ്റം എന്നുള്ളത്. നമുക്കറിയാം, ഒരു ഫേമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നടക്കുന്ന റിക്രൂട്ട്മെൻറ്റിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ പ്രൊമോഷനുണ്ട്, ട്രാൻസ്ഫറും ഉണ്ട്. അപ്പോൾ B and C is the 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ആറാമത്തത്, which element in communication process involved converting the message into word, symbol, gesture, etc. That is encoding is the right answer. B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഏഴാമത്തെ ചോദ്യം, ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നിട്ട് അതിൽ എയും ബിയും ഇങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ ഇതിൽ ഫസ്റ്റ് എയിൽ മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, മെഷർമെന്റ് ആണ് ഫസ്റ്റ്. ഇതിൽ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അടുത്തത് ബിയിൽ അനലൈസിങ് ഡീവിയേഷൻ, അനലൈസിങ് ഡീവിയേഷൻ ഇങ്ങനെ എഴുതിയ 1 മാർക്കാണ് കിട്ടുന്നത്. ദെൻ എട്ടാമത്തെ ചോദ്യം, അസറ്റ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ പീരിയഡ് ഓഫ് 1 year ആർ കോൾഡ്. എട്ടാമത്തെ ചോദ്യം, അതിൻ്റെ മലയാളം ഇങ്ങനെ വായിക്കാം. ഓക്കെ, 1 വർഷത്തിനുള്ളിൽ പണമായി മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്ന ആസ്തികളെ ഡേഷ് എന്ന് വിളിക്കുന്നു. അത് കറന്റ് അസറ്റ് ആണ്. കറന്റ് അസറ്റ് സ്ഥിര ആസ്തികളാണ്. കറന്റ് അസറ്റ്, ബി ആണ് കറന്റ് അസറ്റ് ആണ് ആൻസർ കേട്ടോ. കറന്റ് അസറ്റ് ആണ് ആൻസർ. ഓക്കെ, കറന്റ് അസറ്റ് ആണ് ആൻസർ. ദെൻ ഏറ്റവും ലാസ്റ്റ്, help a firm to make a distinction of its product from the competitors. അത് നമുക്കറിയാം, വായിച്ചാൽ തന്നെ അറിയാം. കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ നമ്മുടെ പ്രോഡക്റ്റ് വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ബ്രാൻഡിങ് ആണ്. ബ്രാൻഡിങ് ഇസ് ദ റൈറ്റ് ആൻസർ. ദെൻ പത്താമത്തത്, in respect of which product consumers spend a lot of time and effort for purchase. സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ് ആണ് ആൻസർ. സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ് ആണ് ആൻസർ. ഈ 8 മാർക്കും നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതിൽ അടുത്ത ഏരിയ ആയിട്ടുള്ള മാച്ച് ദ ഫോളോയിങ്സ് പോകാം. 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ്സ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് 30ാമത്തെ ചോദ്യം.
പോളിസി, പ്രൊസീജിയർ, റൂള്, പ്രോഗ്രാം, മെത്തേഡാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്തത് സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ്, ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ്, പ്രിസ്ക്രൈബ്ഡ് വേ ആൻഡ് റുട്ടീൻ സ്റ്റെപ്പ്, ജനറൽ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് ഓപ്ഷനുകൾ ഉള്ളത്. നമുക്കറിയാം പോളിസി എന്നുള്ളത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒന്ന് ഈ ആണ്. ദെൻ പ്രൊസീജിയർ എന്നുള്ളത് റുട്ടീൻ സ്റ്റെപ്സ് ആണ്, സ്ഥിരമായിട്ടുണ്ടാകും. ദെൻ റൂൾ എന്നുള്ളത് സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ആണ്, സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് റൂൾ. പ്രോഗ്രാം എന്നുള്ളത് ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് ആണ് പ്രോഗ്രാം എന്നുള്ളത്. ദെൻ മെത്തേഡ് എന്നുള്ളത് പ്രിസ്ക്രൈബ്ഡ് വേ. ഓക്കെ, ഇത് ഇങ്ങനെ ശരിയാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന പോളിസി ജനറൽ സ്റ്റേറ്റ്മെന്റ്, പ്രൊസീജിയർ റുട്ടീൻ സ്റ്റെപ്പ്, ദെൻ റൂൾ സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ്, ദെൻ പ്രോഗ്രാം ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ്, ദെൻ മെത്തേഡ് പ്രിസ്ക്രൈബ്ഡ് വേ. അപ്പോൾ ഈ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ബിസിനസ് എക്സാം എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.